ചങ്കളെ എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്ന് അടിപൊളി ഒരു വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാകാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതുതായിട്ട് വന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പിന്നെ ആണുങ്ങൾ കറി വെക്കുന്നത് എല്ലാവരും കാണണം, നമ്മളെയും കൂടെ വിജയിപ്പിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് തുടങ്ങാം. ഒരു 1/2 to 1/4 ചിക്കൻ കൊച്ചായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 3 ഉരുളക്കിഴങ്ങ് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് 2-3 കറിവേപ്പിലയിട്ട് ഒരു 2 വെളുത്തുള്ളി കൊച്ചായിട്ട് അരിഞ്ഞതും ഒരു 1/2 ഇഞ്ച് ഇഞ്ചിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക് 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് 1 ടേബിൾ സ്പൂൺ ഉണ്ട് 1/2 ടേബിൾ ടു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് 1 മണിക്കൂർ വേണമെങ്കിൽ വെളിയിലെങ്ങാനും വെച്ച് ഒന്ന് മാരിനേറ്റ് ആവട്ടെ. എന്നിട്ടൊരു 10-12 ടേബിൾ സ്പൂൺ അതിനുശേഷം ഒരു 10-12 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലപോലെ ചൂടാകുമ്പോഴത്തന്നെ ഈ മസാല പിടിപ്പിച്ച സാധനം എല്ലാം കൂടി ഇട്ട് നമുക്ക് അതിനെ ഫ്രൈ ആക്കി എടുക്കാം. ഇതെല്ലാം ഫ്രൈ ആക്കി മാറ്റി വെക്കണം. ആ സമയമാകുമ്പോഴത്തേനും നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് തേങ്ങ ഒരു 1/4 തേങ്ങയിട്ട് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ നമ്മുടെ പച്ച മല്ലിയിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് ഇതിനെ നല്ലപോലെ വറുത്തെടുക്കാം. പിന്നെ നല്ലപോലെ വറുത്തതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി ഒഴിച്ച് അതിനെ മിക്സ് ചെയ്ത് നല്ല പേസ്റ്റാക്കി അരച്ച് മാറ്റി വെക്കാം. പിന്നെ ഈ ചാനൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെയും കൂടെ വിജയിപ്പിക്കണം. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിലോട്ട് പറന്നെത്തും. അതിനുവേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു. പിന്നെ ഈ വറുത്ത് വെച്ച സാധനമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉരുളിക്കകത്ത് നമ്മൾ വീണ്ടും കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് ഒരു 4-5 വറ്റൽമുളക് ഇട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് 2 മീഡിയം സൈസ് സവാള അതിനെ ഇട്ട് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള എടുത്തത്. സവാള ആയാലും കുഴപ്പമൊന്നുമില്ല, തീയലല്ലേ. അപ്പം സവാള നല്ലപോലെ ഒന്ന് വഴണ്ടതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിനകത്തോട്ടിട്ട് ഒരു 2.5 ഗ്ലാസ് വെള്ളവും 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പിട്ട്, അതായത് ഇത്തിരി മീൻസ് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് അതിനെ നല്ലപോലെ ഇളക്കി നല്ല തിളയാകുമ്പോഴത്തേന് നമ്മൾ വറുത്ത് വെച്ച സാധനം എല്ലാം അടച്ചു വെച്ച് നല്ലപോലെ തിളയ്ക്കുമ്പോഴത്തേന് നമ്മുടെ വറുത്ത് വെച്ച സാധനം കിഴങ്ങും ചിക്കനും എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇടാം. അതും നല്ലപോലെ തിളയ്ക്കണം. ഇനിയിപ്പോൾ തീ ഇച്ചിരി കുറച്ചൊക്കെ കാട്ടി ഓൾറെഡി ഇത് ഫ്രൈ ആയതാണ്. പിന്നെ ഇതെല്ലാം മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി തിളച്ച് പറ്റാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഏകദേശം തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് പഴുത്ത ഒരു തക്കാളി കീറി അതിനകത്ത് ഇടുക. അതിനുശേഷം ഒരു 3-5 പച്ചമുളക് കൊച്ചായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ കട്ട് ചെയ്ത് നല്ലൊരു തക്കാളി ഒന്ന് ഉടയണം. ഭയങ്കരമായിട്ട് ഇടയണ്ട, ചെറുതായിട്ടൊന്ന് അതിൻ്റെ ശക്തി പോകണം. ആ രീതിയിലൊന്ന് കുറച്ച് നേരം കിടന്ന് തിളക്കട്ടെ. ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഇത് ചുമ്മാ പറയുന്നതല്ല. ചിക്കൻ ഇങ്ങനെ തീയലായിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കൊച്ചായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രുചിയാണ്. ഞാൻ വെറുതെ പറയുന്നതേ അല്ല. നിങ്ങളൊരു വട്ടം വീട്ടിലുള്ള ആൾക്കാർ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിക്കണം. അപ്പം താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം അടുത്ത വീഡിയോ.